ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിന്റെ ഒരു പ്രധാനപ്പെട്ട പോർഷനാണ് നോക്കാൻ പോകുന്നത്, കൺജങ്ഷൻ. കൺജങ്ഷൻ എന്ന് പറയുന്നത് മറ്റ് ഗ്രാമർ ടോപ്പിക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ ടോപ്പിക് ഒന്നുമല്ല, ചെറിയ ടോപ്പിക്കാണ്. പക്ഷേ ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തെന്നാൽ ഇതിൽ നിന്ന് തന്നെ സ്പോട്ട് ദ എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിക്കാറുണ്ട് ഇതിലെ പ്രധാനപ്പെട്ട കൺജങ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട്. സോ ഇത് ഇമ്പോർട്ടന്റ് ടോപ്പിക്ക് തന്നെയാണ്, ചെറുതാണെങ്കിലും. സോ എന്തായാലും നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കൺജങ്ഷൻ എന്ന് മനസ്സിലാക്കുക. കൺജങ്ഷൻ എന്ന് പറയുന്നത് ഒരു പാർട്ട് ഓഫ് സ്പീച്ച് ആണ്. സെന്റൻസുകളെ ക്ലോസസിനെയും ഫ്രേസസിനെയും ഒക്കെ ജോയിൻ ചെയ്യുന്ന ഒരു പാർട്ട് ഓഫ് സ്പീച്ച് ആണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. കൺജങ്ഷൻ ആ പേരിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കും. ഒരു ഫ്രേസുകളെയോ അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സെന്റൻസുകളെയും ക്ലോസസിനെയും. ഇപ്പൊ ഫ്രേസും ക്ലോസും എന്താണെന്ന് ഓൾറെഡി നിങ്ങൾ ഗ്രാമർ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഫ്രേസ് എന്ന് പറയുന്നത് സബ്ജക്റ്റും വെർബും ഒന്നും കാണത്തില്ല, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫ്രേസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻ ദ ടൗൺ എന്നൊക്കെ പറയുന്നതും എന്താണ്, ഫ്രേസ് ആണ്. ക്ലോസസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഉണ്ട്, അതുപോലെ ഡിപെൻഡന്റ് ക്ലോസസും ഉണ്ട്. ഡിപെൻഡന്റ് ക്ലോസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തന്നെ നിൽക്കാൻ അവയ്ക്ക് പറ്റത്തില്ല, ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. വെൻ ഐ കം ബാക്ക് എന്ന് പറയുന്ന ഒരു സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബാക്കിയുണ്ട് അല്ലെ, അത് ഞാൻ വന്ന ശേഷം, ഞാൻ തിരിച്ചു വന്നു, അതിനുശേഷം എന്തോ സംഭവിച്ചു, അപ്പൊ അതൊരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ടാവും. അപ്പൊ ക്ലോസുകളെയും ഫ്രേസുകളെയും അല്ലെങ്കിൽ സെന്റൻസുകളെയും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു പാർട്ട് ഓഫ് സ്പീച്ച് ആണ് എന്തെന്ന് പറയുന്നത്, കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വെൻ ഷീ വർക്ക്ഡ് ഹാർഡ് ബട്ട് ഫെയിൽഡ് ഇൻ എക്സാം. ബട്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്, കൺജങ്ഷൻ ആണ്, സെന്റൻസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നു എന്നതാണ് അതിന്റെ ഒരു മീനിങ്. ഇനി ഏതൊക്കെ ടൈപ്പുകളാണ് കൺജങ്ഷൻ എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ സെക്കൻഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ തേർഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കോറിലേറ്റീവ് കൺജങ്ഷൻ. കോറിലേറ്റീവ് കൺജങ്ഷൻ. അപ്പൊ ഇത്രയാണ് കൺജങ്ഷൻസിനെ പ്രധാനമായിട്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഓരോ കൺജങ്ഷൻസിലും പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. സോ എന്താണ് ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുന്നത്? രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫ്രേസസുകളെയും, അതായത് ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള രണ്ട് ഫ്രേസസുകളെയും ക്ലോസസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നവയാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ, ഇപ്പോൾ മീര ആൻഡ് അനിൽ ആർ ഫ്രണ്ട്സ്. അതിന്റെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയിരിക്കും. മറ്റ് എക്സാമ്പിൾസിനാണ് നമ്മൾ അതിനു വേണ്ടി ഒരു ട്രിക്ക് പഠിക്കും, ഫാൻ ബോയ്സ് എന്ന് പഠിക്കും. ഫാൻ ബോയ്സ്. ഫാൻ ബോയ്സിന്റെ ഓരോ ലെറ്ററും ഡിനോട്ട് ചെയ്യുന്നത് ഓരോന്നാണ്. അതായത് ഫോർ, അതുപോലെ ആൻഡ്, നെക്സ്റ്റ് ആണെങ്കിൽ നോട്ട്, അടുത്തത് ഏതാണ് ബട്ട്, നെക്സ്റ്റ് വൺ ഓർ, എറ്റ്, അതുപോലെ തന്നെ സോ. ഇത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, ഇതെല്ലാം കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിന് എക്സാമ്പിൾ ആണ്. ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള രണ്ട് ഫ്രേസുകളെ ക്ലോസസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നവയാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കിയത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. സബോർഡിനേറ്റിംഗ്. സോ എന്താണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുന്നത്? അതായത് സബോർഡിനേറ്റ് ആയിട്ടുള്ള ക്ലോസസ്, സബോർഡിനേറ്റ് ക്ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ക്ലോസുകളെയും മേജർ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്ലോസുകളെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നവയാണ് ഏതെന്ന് പറയുന്നത്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഫുൾ മീനിങ് കിട്ടാൻ വേണ്ടി, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയണം, ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഗോ ടു മാർക്കറ്റ് യു ക്യാൻ സ്റ്റേ അറ്റ് ഹോം. അതായത് ഒന്ന് ഡിപ്പെൻഡന്റ് ആണ്, ഒന്ന് ഇൻഡിപെൻഡന്റ് ആണ്, അങ്ങനെയുള്ള ക്ലോസുകളെ തമ്മിൽ കണക്ട് ചെയ്ത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. അതായത് സബോർഡിനേറ്റ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ് അവയെ തമ്മിൽ കണക്ട് ചെയ്യും. മെയിൻ ക്ലോസ്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്, സബോർഡിനേറ്റിംഗ് ക്ലോസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബിക്കോസ്, ആഫ്റ്റർ, അതുപോലെ തന്നെ if, although, before, when, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, സബോർഡിനേറ്റിംഗ് ക്ലോസസിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കോറിലേറ്റീവ് കൺജങ്ഷൻ. എന്താണ് കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന് പറയുന്നത്? അത് പെയേഴ്സ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്, പെയേഴ്സ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവും. ബോത്ത്,
അതുപോലെ തന്നെ ആൻഡ്, ബോത്തും ആൻഡും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐദർ ഓർ, നൈദർ നോർ എന്നൊക്കെ പറയുന്നത് എക്സാമ്പിൾ പറയാണ്. ഐദർ ഓർ, നൈദർ നോർ, ഇതൊക്കെ എന്തൊരു എക്സാമ്പിൾ ആണ്? കോറിലേറ്റീവ് ഫംഗ്ഷൻ കൺജങ്ഷൻസിന് എക്സാമ്പിൾ ആണ്. കാരണം അവ എന്താണ്, പേഴ്സ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രധാനമായിട്ടും ഇതിൽ ചോദിക്കുന്ന ഡൗട്ടുകളാണ് പ്രിപ്പോസിഷനും കൺജങ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്തൊക്കെയാണ് അവ തമ്മിലുള്ള വ്യത്യാസം, അതായത് പ്രധാനമായ വ്യത്യാസം എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷൻ, ടൈം, ഡയറക്ഷനെ ഒക്കെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നു. എന്നാൽ കൺജങ്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ പൊസിഷൻ, ടൈമിന് അങ്ങനെയൊന്നും എന്താണ് മെൻഷൻ ചെയ്യുന്നില്ല, കണക്റ്റിംഗ് വേർഡ്സ് ആയിട്ട് മാത്രം യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ കോറിലേറ്റീവ് കൺജങ്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ കുറച്ച് പേഴ്സ് പഠിച്ചു അല്ലേ, അങ്ങനെ കുറച്ച് പേഴ്സുകളുണ്ട്. ആ പേഴ്സ് ഒക്കെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എറർ സ്പോട്ടിങ്ങിൽ വരുമ്പോൾ അങ്ങനെ തന്നെ ചോദിക്കാം. സോ എന്തൊക്കെയാണ് ആ ഒരു പേഴ്സ് എന്ന് നമുക്കൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഓൾറെഡി നമ്മൾ ഐദർ ഓർ പറഞ്ഞു, ഐദറിന്റെ കൂടെ ഓർ, നൈദറിന്റെ കൂടെ നോർ, അതുപോലെ തന്നെ ബോത്തിന്റെ കൂടെ ആൻഡ്, ബോത്ത് ആൻഡ്, ബോത്ത് പ്ലസ് ആൻഡ്, ബോത്തിന്റെ കൂടെ നമ്മൾ ആൻഡ് ആണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഹാർഡ്ലി, സ്കേഴ്സിലി, ബെയർലി, ഇവ മൂന്നിന്റെയും കൂടെ ഏതാണ് ചേർക്കുന്നത്? വെൻ. മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഇതിൽ ഏതെങ്കിലും തന്നിട്ട് അതിന്റെ കൂടെ വേറെ ഏതെങ്കിലും വാക്ക് ആഡ് ചെയ്യും. അപ്പോഴായിരിക്കും നമ്മൾ എന്നിട്ട് നമ്മളോട് എറർ കണ്ടുപിടിക്കാൻ പറയാം. അപ്പൊ ശ്രദ്ധിക്കണം, ഈ മൂന്നിന്റെ കൂടെയും എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഈ മൂന്നിന്റെ കൂടെയും വെൻ ആണ് ആഡ് ചെയ്യേണ്ടത്. ഹാർഡ്ലി, സ്കേഴ്സിലി, അതുപോലെ തന്നെ ബെയർലി. നെക്സ്റ്റ് കണക്റ്റിംഗ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് നോ സൂണർ. നോ സൂണർ ദാൻ, നോ സൂണറിന്റെ കൂടെ ദാൻ, നോ സൂണർ ദാൻ. ബോത്തിന്റെ കൂടെ ആൻഡ്, നമ്മൾ ഓൾറെഡി അത് പറഞ്ഞ കാര്യമാണ്. ലെസ്റ്റ് ആണെങ്കിൽ ലെസ്റ്റിന്റെ കൂടെ ഷുഡ്, ലെസ്റ്റിന്റെ കൂടെ ഷുഡ്. നെക്സ്റ്റ് വൺ ദോ ആണെങ്കിൽ യെറ്റ്, ദോയുടെ കൂടെ യെറ്റ്, ദോയുടെ കൂടെ എപ്പോഴും ഹെറ്റ് ആണ് ചേർക്കേണ്ടത്. നെക്സ്റ്റ് വൺ എൽസ് ബട്ട്, എൽസ് ബട്ട്, എൽസിന്റെ കൂടെ ബട്ട്. നൺ അതർ ദാൻ, നൺ അതർ പ്ലസ് ദാൻ. സെൽഡം, നെവർ, ഓർക്കണം സെൽഡം, നെവർ. സെൽഡം എവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണത്, സെൽഡം നെവർ ആണ് ചേർക്കേണ്ടത്. സെൽഡം എവർ മിസ്റ്റേക്ക് ആണ്. അതുപോലെ തന്നെ ടു, ടുവിൻ്റെ കൂടെ ടു. ബിറ്റ്വീൻ ആൻഡ്, ബിറ്റ്വീൻ പ്ലസ് ആൻഡ്. ഓക്കെ. റാദർ ദാൻ, റാദർ ദാൻ, റാദറിന്റെ കൂടെ എപ്പോഴും ദാൻ ആണ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ സച്ച് ദാറ്റ്. സോ ഇതൊക്കെയാണ് പ്രീവിയസ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രേസ് അല്ലെങ്കിൽ കോറിലേറ്റീവ് ആയിട്ടുള്ള കൺജങ്ഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ കൺജങ്ഷൻ എന്ന് പറഞ്ഞ പോർഷൻ ഇത്രയേ ഉള്ളൂ. പ്രധാനമായിട്ട് ഈ പേഴ്സിലുള്ളതാണ് കൺജങ്ഷനിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രീവിയസ് ആയിട്ടുള്ള വൊക്കാബ് ആണ്. കഴിഞ്ഞ CGL 2023 മെയിൻസിൽ ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ആദ്യമേ ചോദിച്ചിരിക്കുന്നത് ഇഡിയം, ബെൽ ദ ക്യാറ്റ്. ബെൽ ദ ക്യാറ്റ് എന്ന് പറഞ്ഞ ഇഡിയമിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുക. ടു ഡു എ ഡേഞ്ചറസ് ടാസ്ക് ആണോ, ടു എസ്റ്റിമേറ്റ് റിസ്ക് ഇൻവോൾവ് ആണോ, ടു റിവീൽ കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ ആണോ, ടു ട്രെയിൻ കമ്പനീസ് ഇൻഫോർമേഷൻ, എന്താണ് ബെൽ ദ ക്യാറ്റ് എന്ന് പറഞ്ഞ ഇഡിയമിന്റെ മീനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിനോണിം ആണ്. ഇൻവിൻസിബിളിന്റെ സിനോണിം ഇൻഡോമിറ്റബിൾ, സർമൗണ്ടബിൾ, മിസറബിൾ, വൾണറബിൾ. നമ്മൾ ഓപ്ഷൻസിലെ ആൻസർ മാത്രം നോക്കിയാൽ പോരാ, ബാക്കിയുള്ള 3 ഓപ്ഷൻസിന്റെ മീനിങ് കൂടി ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ആൻസേഴ്സ് ഒന്ന് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് സൗണ്ട് ഓഫ് ഹോൾ, ഓളിന്റെ സൗണ്ട് എന്ന് പറയുന്നത് സൗണ്ട്സ് നോക്കണം. 4 ഓപ്ഷൻസിൽ ഒന്നാം ആൻസർ ആയിരിക്കുമല്ലോ ഓളിന്റെ, ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഏത് മൃഗത്തിന്റെ സൗണ്ട് ആണെന്നുള്ളത്. നെക്സ്റ്റ് ഒരു ഇഡിയമാണ് ലവ്സ് ആൻഡ് ഫിഷസ്. അതിന്റെ മീനിങ് എന്താണ്? ആക്സിഡന്റലി കിൽ സമ്മൺ ആണോ, മെറ്റീരിയൽ ഗെയിൻ, ടു ബറി ദ ഡെഡ്, ടു ലെറ്റ് ബൈഗോൺസ് ബി ബൈഗോൺസ് ആണോ. നെക്സ്റ്റ് ഒരു ആന്റോണിയം റിലന്റ്ലെസ്. റിലന്റ്ലെസ് എന്ന് പറയുന്നതിന്റെ ആന്റോണിയം ഏതാണ്? മെർസിലസ്, മോണോട്ടോണസ്, ഈൽഡിങ്, ഇൻസിസീവ്.
experiences that are very unpleasant and difficult. Important ആണ്, കാരണം ഓപ്ഷൻസ് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് മനസ്സിലാവത്തില്ല. സോ ആ ഒരു വാക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഏത് വാക്കാണ് അതിനെ സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഒരു കൺജങ്ഷൻ എന്ന് പറഞ്ഞ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഇംഗ്ലീഷിന്റെ, എങ്കിലും അത് വ്യക്തമായിട്ടും കൃത്യതയോടുകൂടി തന്നെ മനസ്സിലാക്കണം. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് തന്നെയാണ്. സോ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.